ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ നമ്മുടെ ജഡ്ജന്മാർ ചോദിക്കുന്നുണ്ട്, അമ്മേനെയും ഭാര്യേനെയും ആരേനാണ് കൂട്ടിയിട്ട് കൊണ്ടുപോകുക, ഒരു അപകടമുള്ള സ്ഥലത്ത് പെട്ട അമ്മേനെയാണ് ഭാര്യേനെയാണ് കൊണ്ടുപോകുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് എല്ലാവരും ഭാര്യയെന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ സച്ചി പറയുന്നുണ്ട്, ഞാൻ എന്താ ചെയ്യാച്ചാൽ എൻ്റെ ഭാര്യയുടെ അടുത്ത് എൻ്റെ വണ്ടി കൊടുക്കും, എന്നിട്ട് പറയും അമ്മേനെയും കൂട്ടിയിട്ട് പോകാൻ പറയും. അവൾ അമ്മേനെയും കൂട്ടിയിട്ട് പോകും, അവൾക്ക് നന്നായി വണ്ടി ഓടിക്കാൻ അറിയാം. പക്ഷേ എനിക്ക് നല്ല ഉറപ്പുണ്ട് രേവതി എന്തായാലും എനിക്ക് വേണ്ടി തിരിച്ച് വരും, എന്നിട്ട് എന്നെയും കൊണ്ടുപോകും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാരൊക്കെ ചിരിക്കുന്നുണ്ട്. പിന്നെ കാണിക്കണത് നമ്മുടെ ജഡ്ജിമാർ ചോദിക്കുന്നുണ്ട്, ഒരു തൃപ്തികര ജീവിതത്തിന് അളവുകോൽ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതിന് പറയാനുള്ള ഉത്തരത്തിന് കുറച്ച് സമയം തരാം, എല്ലാവർക്കും ആലോചിച്ച് തീരുമാനിക്കാമെന്ന് പറഞ്ഞിട്ട് ജഡ്ജിമാർ നീട്ടിപ്പോണ്ട്. ആ സമയത്ത് ശ്രുതിയോട് പറയുന്നുണ്ട്, ഇത് അവസാനത്തെ ചോദ്യമാണ്, എന്തായാലും നമ്മൾ തന്നെ ഈ സമ്മാനം തട്ടിയെടുക്കണം, നമ്മൾ അതിനുള്ള ഉത്തരം എന്താ വെച്ചാൽ ശരിക്കും പറഞ്ഞിട്ട് നമ്മൾ തന്നെ ആ സമ്മാനം കൊണ്ട് പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ശ്രീകാന്തും വർഷി എന്താ പറയേണ്ടതെന്ന് അവർ ആലോചിക്കേണ്ടത്. എന്തായാലും ജഡ്ജിമാർ വന്നിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട്, എന്താണ് എല്ലാവരും തീരുമാനിച്ചോ എന്ന് ചോദിക്കേണ്ടത്. ആ സമയത്ത് നമ്മുടെ സച്ചി രേവതിയോട് പറയണ്ടേ, ഇപ്പം നമ്മൾ തല പുകയ്ക്കേണ്ട, അവിടെ പോയിട്ട് നമുക്ക് എന്താ വായിൽ തോന്നുന്നു വെച്ചാൽ അപ്പം നമുക്കത് പറയാമെന്ന് പറയണ്ട. അപ്പോൾ രേവതി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും സ്റ്റേജ് മേലേക്ക് പോകുന്നുണ്ട്. പോയി സമയത്ത് നമ്മുടെ ശ്രുതിയും പറയുന്നുണ്ട്, ഞങ്ങളെല്ലാവരും പരസ്പരം സഹായിക്കണം, ഞങ്ങളെ കൊണ്ട് ആർക്കും ഒരു ദ്രോഹം വരരുത്, അതാണ് ഞങ്ങളുടെ തൃപ്തിയുടെ ജീവിതം എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ശ്രീകാന്തും വർഷയും പറയുന്നുണ്ട്, ഞങ്ങൾക്ക് എല്ലാവരുടെ ടൂർ പോയിട്ട് ഞങ്ങൾ സുഖമായിട്ട് തൃപ്തിയായിട്ട് ജീവിക്കണം, അതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ തൃപ്തി എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മുടെ സച്ചി പറയുന്നുണ്ട്, നമുക്ക് എന്തുകൊണ്ടും തൃപ്തിയാവില്ല, പക്ഷെ നമ്മൾ ഭക്ഷണം കൊടുത്താൽ മാത്രം തൃപ്തിയാവും. നമ്മൾ കുറേ വെള്ളച്ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് വയറ് ഫുള്ളായി കഴിഞ്ഞിട്ട് കുറച്ച് ബിരിയാണി കൊണ്ടുവന്ന് കഴിച്ചാൽ തന്നാൽ നമ്മൾ കഴിക്കോ ഇല്ലല്ലോ, നമ്മുടെ വയറ് ഫുള്ളായ പിന്നെ നമുക്ക് ബിരിയാണി ചെല്ലില്ലല്ലോ. അതുപോലെ തന്നെ നമ്മുടെക്ക് തൃപ്തി എന്ന് പറയുന്നത് നമ്മുടെ വയറ് ഫുള്ളാവണമെന്നാണ്. അതുകൊണ്ട് എനിക്ക് എപ്പോഴും പറയാനുള്ളത് നമ്മുടെ തൃപ്തിനെ കുറിച്ച് എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് തൃപ്തിയാക്കുക, അതാണ് ഞാൻ പറയൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ജഡ്ജിമാർക്ക് ആകെ സന്തോഷമാവുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് എല്ലാവരോടും പോയിരുന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഇപ്പോൾ പ്രഖ്യാപിക്കാൻ പോവുകയാണ്, ആരാണ് ബെസ്റ്റ് കപ്പിളെന്ന് പ്രഖ്യാപിക്കാൻ പോവുകയാണെന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മൾ ശ്രുതിയും വിചാരിക്കേണ്ട അവർക്ക് തന്നെ കിട്ടും, എന്തായാലും അവർക്കല്ല നമ്മുടെ സച്ചിക്കും രേവതിക്കാണ്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.